ഞാനിന്ന് വന്നേക്കുന്ന ഒരു ചക്ക അലുവയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത്. ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊന്ന് ചക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ചക്ക ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് നെയ്യോടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നെയ്യിലിവിടെ ചക്ക നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് ഇവിടെ വറ്റി വരണം. തേങ്ങാപ്പാലിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വരണം. ശർക്കര പാനി കിടന്ന് നന്നായിട്ട് ഇത് വറ്റി വരണം. ഇതിവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ള എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ള എള്ളും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യ് കിടന്ന് നന്നായിട്ട് ഇത് വറ്റി വരണം. നെയ്യ് കണലിൽ തന്നെ ഇത് നന്നായിട്ട് നെയ്യ് വറ്റി വരണം. നമ്മൾ ഇളക്കി കൊടുക്കണം. അടിയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് കോരി മാറ്റിയെടുക്കാം. നമുക്ക് കോരി മാറ്റി നന്നായിട്ട് ഇത് നെയ്യ് തെളിച്ച് നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്കൊരു ദിവസം നമുക്കിത് ഫുള്ളാക്കി വെക്കണം. എങ്കിലിത് ഉറക്കിയൊക്കെ ചെയ്യുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതെല്ലാം ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് നിരത്തിയെടുക്കാം. നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നമുക്ക് നിരത്തിയെടുക്കാം. നിരത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടിത് ചൂടൊക്കെ പോയി നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ലെവൽ ചെയ്തെടുത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ഇവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ. അസ്സലാമു അലൈക്കും.